ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ കേരള സർക്കാർ പുറത്തിറക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഒരുപാട് പേര് എന്നെ വിളിച്ച് പദ്ധതിയെപ്പറ്റി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് തുടങ്ങും, എങ്ങനെയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് എനിക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിന് പദ്ധതിയെപ്പറ്റി പറയുകയാണെങ്കിൽ 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ. അപ്പം മെയിനായിട്ട് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം. അപേക്ഷിക്കുന്ന സമയത്ത് നൽകുന്ന ആ രേഖ, അതായത് വയസ്സിൻ്റെ ആയാലും മറ്റ് നാം കൊടുക്കുന്ന എല്ലാം കൃത്യമായിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സംസ്ഥാനത്തിനകത്ത് താമസിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന് അർഹതയുള്ളത്. അതുപോലെ തന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇപ്പം നിലവിൽ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ ഈ കാറ്റഗറി പിങ്ക്, മഞ്ഞ എന്നുള്ള കാറ്റഗറി മാറുകയാണെങ്കിൽ നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്താകും. നമുക്കറിയാം റേഷൻ കാർഡിന് മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും മാനദണ്ഡം മാറുന്ന അവസ്ഥയിൽ നമ്മുടെ കാർഡിൻ്റെ ആ കാറ്റഗറി മാറാം. അപ്പോൾ നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്താവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു സത്യവാങ്മൂലവും നമ്മൾ എഴുതി നൽകണം ഇതിനോടൊപ്പം. അതുകൂടാതെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം ഇപ്പം വന്നിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് ഒന്നുകിൽ SSLC ബുക്ക്, അല്ലെ ജനന സർട്ടിഫിക്കറ്റ്, അല്ലെ പാസ്പോർട്ട്, അല്ലെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊന്നുമില്ലെങ്കിൽ പ്രായം തെളിയിക്കുന്നതിന് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഒരു ഫോമുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഫോം, പ്രൂഫ് ഓഫ് ബർത്ത് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അത് ഉപയോഗിക്കാനും കഴിയുന്നതാണെന്നാണ് നമ്മുടെ മാനദണ്ഡങ്ങളിൽ പറയുന്നത്. കൂടാതെ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സർവകലാശാലകൾ, അതുപോലെ അതുപോലുള്ള ഏതെങ്കിലും എടുത്ത് സ്ഥിരമായി കരാറടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊന്നും ഇത് അപേക്ഷിക്കാൻ യോഗ്യരല്ല. അപേക്ഷാ സമയത്ത് നമ്മൾ ഏത് രേഖ സമർപ്പിച്ചാലും അത് വളരെ സത്യസന്ധമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി, താൽക്കാലിക ജോലിയാണെങ്കിൽ പോലും അതൊക്കെ പിന്നെ അന്വേഷണത്തിൽ അവർ കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയ കുറ്റകരമായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ അപേക്ഷിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപേക്ഷാ ഫോം കിട്ടും. അപ്പോൾ അത് പൂരിപ്പിച്ച് അതിനോടൊപ്പം നമ്മിൽ പറഞ്ഞ രേഖകളെപ്പറ്റി ഞാൻ പറയാം ഒന്നുകൂടി. അപ്പോൾ അതെല്ലാമായിട്ട് നമ്മൾ എവിടെയാണ് സ്ഥിരതാമസമുള്ളത് ആ സ്ഥലത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത്. നിലവിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ പഞ്ചായത്തുകൾ ഈ അപേക്ഷ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഞാനിപ്പം എൻ്റെ ഒരു അറിവ്. ഞാൻ തിരക്കിയതിൽ നിന്ന് എനിക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അതുപോലെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളെന്ന് പറയുമ്പോൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഒരു അപേക്ഷ കാണും. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, പ്രായം തെളിയിക്കുന്നതിന് സ്വീകരിക്കുന്ന രേഖകളെ പറ്റി മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആയത് വേണം. അതുപോലെ എൻ്റെ അപേക്ഷകൻ്റെ പേരിലുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള